ആയിക്കോട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വരുന്നു. നമുക്ക് ഇന്ന് 2-3 പർപ്പസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ഷോപ്പിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ആകെയുള്ള ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരെ ഇപ്പൊ പോവാണ്. എന്നിട്ട് വോട്ട് ചെയ്തിട്ട് വേണം, ഒത്തിരി ക്യൂ ഉണ്ടാവുക അതറിയത്തില്ല. അപ്പൊ നേരത്തെ പോയി വോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ടോപ്പും അതുപോലെ തന്നെ ഈ ഫ്രോക്ക്, ആ കൂടെ ഷൂ, ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ തന്നെ മേടിച്ചതാ. ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. നല്ല കംഫർട്ട് ആയിട്ടുള്ള കോട്ടൺ ആണ്. അപ്പൊ ഈ ചൂട് കാലാവസ്ഥയൊക്കെ തുടങ്ങിയില്ലേ, അതുകൊണ്ട് തന്നെ കോട്ടൺ ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. ഈവൻ വയനാട്ടിൽ പോലെ നല്ല ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സുകൾ ഇപ്പൊ കുറച്ച് സെലക്ട് ചെയ്ത് മേടിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനും ആ കൂടെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ് ഇട്ടുകൊണ്ട് നടക്കാനും. അപ്പം ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. പിന്നെ പറയാനുള്ളത്, ഇതാ ഇത് കണ്ടോ, ഒരു ചെയിന്, ആ കൂടെ ഇതാ ഇതുപോലെ ഭംഗിയുള്ളൊരു ലോക്കറ്റ്. ഇതേപോലെ ഒത്തിരി ചെയിനുകളും ലോക്കറ്റുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഭംഗിയുള്ള ടൈപ്പുകൾ തന്നെ. അപ്പം ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിലേക്ക് എത്താം. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന കമ്മൽ, ഇതിന്റെ ഡിഫറെന്റ് കളറുകൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഡിഫറെന്റ് കളറുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണെങ്കിലും വാട്സ്ആപ്പ് നമ്പറിൽ നോക്കിയാൽ, പിന്നെ ഒത്തിരി ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ബാക്കി മില്ലറ്റ്സും സ്പൈസസും ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് വായോ, എന്നിട്ട് നമുക്ക് കാറ്റലോഗിൽ കയറി നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കി മേടിച്ചിട്ട് പോവുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ഇനി പോകാം. എന്നിട്ട് പറ്റിയാൽ ഞാൻ വൈകുന്നൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വായോ. അങ്ങനെ ഫൈനലി നമ്മുടെ അമൃത കൊച്ചു വന്നു. അപ്പൊ അമൃത ഓട്ടോയ്ക്കാണ് വന്നത്. ബെന്നിച്ചേട്ടൻ നമ്മുടെ കൊറിയർ കൊടുത്തു വിടുന്ന ഒരു ചക്ക അതിനകത്തുണ്ടായിരുന്നു, അതും കൂടി തിരിച്ചുള്ള എടുത്ത് കൊടുത്തു വിട്ടു. ഇനിയിപ്പോ നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ നമ്മൾ ബസ്സിലാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ ഓൾറെഡി ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ട്. അപ്പൊ ഡ്രൈവിംഗ് പഠിച്ച് ഇനിയിപ്പോ നമ്മളത് ലൈസൻസ് ഒക്കെ എടുക്കണവരെ നമ്മൾ ആശ്വിൻ പിന്നെ സൺഡേ മാത്രമേ അവൻ അവധിയുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ബസ് ഓർ ഓട്ടോ അതാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുക. എന്തായാലും ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. പാട്ടൊക്കെ കേട്ട് ബസ് യാത്ര ഭയങ്കര ഒരു രസമായിട്ട് തോന്നിട്ടോ. പിന്നെ അമൃതയാണെങ്കിലും അതെ, നമ്മൾ ഒത്തിരി സംസാരിച്ച് നല്ല രസമായിട്ട്, എന്താ ഭയങ്കര മാനസിക സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഒത്തിരി കാലം കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയേ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് നമ്മൾ നേരെ ബത്തേരിയിൽ ഐസക് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടവർ ഉണ്ട്. അവിടെയാണ് ഞാനിത് ഗൂഗിൾ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നൊക്കെ നമ്മൾ മുടി മുറിക്കാമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിലും, അതെല്ലാം നമ്മൾ തലയും മുടിയും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ പൈസയും പോവും, മനസ്സിന് ഭയങ്കര വിഷമാവും. അത് കഴിയുമ്പോൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. കളർ ചെയ്താലും അതെ, എല്ലാം മുടി നശിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ചരിത്രം ആവർത്തിക്കൂ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. എങ്കിലും ഒന്നുകൂടി റിസ്ക് എടുക്കാം എന്നോർത്തിട്ട് തന്നെയാണ് ഞാനിത് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ബത്തേരിയിലെ ഐസക് സ്ക്വയറിലുള്ള ആ ടവറിലുള്ള ഒരു നാച്ചുറൽസ് യൂണിസെക്സ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത്. ഇവിടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിയതാ, നമുക്ക് നോക്കാന്ന് ഓർത്തിട്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തി. ഇനിയിപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നത്. ഞാനപ്പോ ഓർത്ത് അവളോട് പറഞ്ഞു, ബിഫോർ എന്നുള്ള ഒരു ഫോട്ടോ എടുത്തോടാ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്നൊക്കെ. അപ്പൊ ദാ എന്റെ മുടിയും തലയും ഒക്കെ ഞാൻ എന്തായാലും ഇവരെ ഏൽപ്പിച്ചു. അങ്ങനെ അപ്പം ഞാൻ ഈ പയ്യനോട്, വെസ്റ്റ് ബംഗാളി എന്നുള്ള പയ്യനാണിത്, ഇവനോട് ഞാൻ 1-2 ഞാൻ സജസ്റ്റ് ചെയ്തു മുടിയുടെ സ്റ്റൈലിങ്ങിന്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു അതൊന്നും എനിക്ക് ചേരാൻ പോകുന്നില്ല എന്ന്. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു, ഓക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇനി ഇവനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ, മുടിയല്ലേ, പോയാലും വരുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പൊ മുടിയൊക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ. ആക്ച്വലി കുളിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഉറക്കം വന്നിട്ട് പോയി കേട്ടോ. മുടി നനച്ചു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് പോയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ അമൃതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അവളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് എന്താ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് മനസ്സിലാക്കാന്ന് ഓർത്തിട്ട്. അപ്പോൾ പറഞ്ഞു ഓക്കെയാണ് പേടിക്കണ്ട, നല്ലതായിട്ട് തന്നെയാ തോന്നുന്നേ എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങള് അവിടെ ഇരുന്ന കമന്റ് ഒക്കെ പറഞ്ഞ് എന്റെ മുടിയുടെ അവസ്ഥ എന്താകും എന്നുള്ള കമന്റ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അവനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ഓപ്ഷൻ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. എന്തോ ആവട്ടെ ബാക്കി. അപ്പൊ ബാക്ക് സൈഡ് ഒക്കെ കണ്ട് ഇപ്പൊ അമൃത എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മുടിയുടെ ടെക്സ്ചറേ മാറിയിട്ടുണ്ട്, ഓക്കെയാണ് ചേച്ചി, ഓക്കെയാണ്, ഒത്തിരി നീളം കുറച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് നീളം കുറയ്ക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, മുടി നീളമുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ അതുകൊണ്ട് മാക്സിമം നീളം കുറവേ കട്ട് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പയ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവന്റെ കഴിവിന്റെ പരമാവധി, എന്റെ മുടിയുടെ അവസ്ഥ അറിയാലോ, വെറും പൂപ്പര ചവറ് മുടിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവൻ എന്റെ മുടി നന്നാക്കി തന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അവൻ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒത്തിരി ഇതാണ്. അമൃതയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മുടിയുടെ സ്റ്റൈലേ മാറി, ആ ഒരു രീതിയെ മാറി എന്നുള്ളു പറഞ്ഞു.
എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത്ര നാൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ മുടിയിൽ അതിലേറ്റവും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് ഈ പ്രാവശ്യത്തെ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. കളറൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലെന്ത് കട്ട് ചെയ്ത് വേറൊരു സ്റ്റൈലാക്കുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം കളർ ചെയ്ത എന്റെ മുടിയിൽ ഓൾറെഡി ട്രീറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് എന്ത് ചെയ്ത കളർ പിടിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ കുറെ പൈസ പോയിട്ടുണ്ട്. അതുകൊണ്ട് കളറിംഗ് എന്നുള്ള ആ ഒരു പരിപാടി ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ സെൽഫായിട്ട് ഞാൻ ഇടുന്ന ഹെന്നയുടെ ഒരു കളർ ആ ഒരു രീതിയിലേക്ക് എന്റെ മുടിക്ക് ഓൾറെഡി പിടിക്കുന്നുണ്ട്. അപ്പം അത് ഈ പ്രാവശ്യം ഇവനിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് അവരുടെ ആ ഷാമ്പും ഇതും ഉപയോഗിക്കുന്നതിന്റെ ഒരു നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ സെൽഫായിട്ട് കളർ ചെയ്യുന്നതിന്റെ ഒരു കളർ ജസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, അതെനിക്ക് ഭയങ്കര നല്ലതായിട്ടും തോന്നി. അങ്ങനെ പിന്നെ അവൻ കട്ട് ചെയ്തത് സ്റ്റൈൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചോ അത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് അവൻ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് പിന്നീട് കണ്ണാടി കണ്ടപ്പോൾ എനിക്ക് തോന്നിട്ടോ. എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇന്നത്തെ മുടി മുറിക്കല്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിലേക്ക് ഇടണം കേട്ടോ. എന്റെ ഒത്തിരി വീഡിയോയിലും എല്ലാവരും കമന്റ് ചെയ്യുന്നതാണ്, ചേച്ചിന്റെ മുടി ഒന്ന് കട്ട് ചെയ്ത് കളയാവോ അങ്ങനെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയണം കേട്ടോ. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ, ഈ കൗണ്ടറിൽ ഇരിക്കുന്ന പെങ്കൊച്ചിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നും കൂടി അതിന്റെ ഇടയ്ക്ക് ഞാൻ മനസ്സിലോർത്തു കേട്ടോ. എങ്ങനെ എനിവേ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ ഇനിയിപ്പോ പോകുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുറച്ചു നേരം കൂടി കണ്ണാടിയിലൊക്കെ നോക്കി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇനിയിപ്പോ പോകാമെന്ന് ഓർത്തു. ഇനി നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിക്കാനുണ്ട്, അതിന് കയറണം, അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അപ്പൊ ഞങ്ങള് ബത്തേരിയിൽ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ബലത്തിലാണ് ഇത്ര നേരെ ഇരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഷോപ്പിംഗ്, കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അവൾക്കാണെങ്കിലും കുറച്ച് കമ്മല് മാല അങ്ങനെയൊക്കെ നോക്കാനുണ്ട്, എനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കാനുണ്ട്. എന്തായാലും നമ്മൾ ടൗണിലേക്ക് വന്നാല് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ മാക്സിലൊക്കെ കയറിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം. അങ്ങനെയൊക്കെ ഓർത്താണ് ഞങ്ങള് കറങ്ങി നടക്കുക, അത് തന്നെ ടൗണിൽ കൂടെ കറങ്ങി നടക്കുക, അത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ നേരെ മത്തായിസ് എന്ന് പറയുന്ന ആ റെസ്റ്റോറന്റിലേക്ക് വന്നു. 2 മത്തായിസ് ഉണ്ട്, ഇത് ഒരെണ്ണം മിന്റുമാളിന്റെ അടുത്തുള്ള, അവിടെ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാൻ കയറുന്നതാണ്, നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ ഭയങ്കര തിരക്കാണ് അവിടെ എപ്പോഴും. അതാണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ മുടി മുറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പയ്യൻ കുറേ സംസാരിച്ചിട്ടോ. അപ്പൊ അവൻ അവിടുത്തെ സീക്രട്ടുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടോ, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് മുടി സ്മൂത്ത് ആവാനും അതിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ പയ്യൻ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം എനിക്ക് അവനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിട്ടോ. എപ്പോഴും നമുക്ക് ഇവിടെ ഒന്ന് മുടി വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും മുടി ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ മാറി ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ആ പയ്യൻ പാവം എല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്തൊക്കെ ചെയ്യണേ, എന്തൊക്കെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം അതെനിക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. അങ്ങനെ എന്തായാലും ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ച്, മനസ്സിലുണ്ടെങ്കിൽ കുറേ കമ്മലുകളും മാലകളും ഒക്കെ കിട്ടി. പിന്നെ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് കാജൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാനിങ്ങനെ എടുത്തു കേട്ടോ. എനിക്ക് കണ്ണെഴുതുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭംഗിയായിട്ട് ഒരുങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ ഓർണമെന്റ്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങിയൊക്കെ നടക്കാൻ. അങ്ങനെ അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ബസ് കയറി. പിന്നെ നമ്മുടെ ടൗണിൽ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അത് മേടിച്ച് പിന്നെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി നമുക്ക് അമൃത കൊച്ചിനെ അവളുടെ വീടിന്റെ അടുത്ത് ഇറക്കി വിടണം കേട്ടോ. ഞങ്ങളുടെ നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്ത സുന്ദരമായ ഭയങ്കര ഭംഗിയുള്ള തിരക്കുകളിൽ നിന്ന്, വലിയ ടൗണിൽ നിന്ന് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് എന്ന 4 വശത്തെ റോഡുള്ള ശാന്ത സുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ എന്റെ അമൃതയുടെ ഒക്കെ വീട്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് അമൃതയുടെ വീട്. അപ്പൊ അവളെ ആ വഴിക്ക് ഇറക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അപ്പൊ ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നാളെ നമുക്ക് യാത്രയുണ്ട് കേട്ടോ. നാളെ നമുക്ക് നമ്മുടെ പിന്നെ പ്രൊഡക്റ്റുകൾ കുറച്ച് വന്നിട്ടുണ്ട്, അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് അമൃത വരാന്ന് പറഞ്ഞു. അപ്പൊ നാളത്തെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു. അതെല്ലാം ഡ്രസ്സുകളും കാര്യങ്ങളും നമ്മൾ ഫ്രോക്ക് നൈറ്റീസും പിന്നെ വയറൊക്കെ ഒതുങ്ങുന്ന ടൈപ്പ് കോട്ടൺ പാൻറ്റീസും പിന്നെ നല്ല ഷേപ്പ് കിട്ടുന്ന ബ്രായും അങ്ങനത്തെ ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ നാളെ അവള് വരാമെന്നുള്ള അതും പ്ലാൻ ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ് ഒത്തിരി സംസാരിച്ചത് അമൃത അവിടെ ഇറങ്ങി. എല്ലാ ദിവസവും അമൃതനെ എന്നോട് കൊണ്ടുവിടും. അമൃത എന്റെ വീട് കാണിച്ചു തരും, ചേച്ചി ഇതിൽ സ്ട്രെയിറ്റ് അങ്ങ് വന്നാൽ മതി കേട്ടോ എന്ന്. ഇതുവരെ എനിക്ക് അവളുടെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അവളുടെ വീട്ടിൽ പോകണം എന്ന് ഇന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. പക്ഷെ നമ്മുടെ സമയക്കുറവ് കാരണം അങ്ങോട്ടേക്ക് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ എന്റെ വീട്ടിലേക്ക്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ഒരു യാത്ര ഇതൊക്കെ ആയിരുന്നു കൂട്ടുകാരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. എങ്ങനെയുണ്ട് മുടി മുറിച്ചിട്ട്? ഒരു ദിവസമൊക്കെ ഇത്രയും ഭംഗിയായിട്ട് കിടക്കും, ഇനി 2 ദിവസം കഴിയുമ്പോൾ എന്റെ മുടിയില്ലേ പഴയതുപോലെയൊക്കെ ആകും. എന്നാലും ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും വൃത്തിയായിട്ടായിരുന്നു. എന്തായാലും അവൻ എനിക്ക് കുറച്ച് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് അത് ഫോളോ ചെയ്താൽ മേ ബി എന്റെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ലൈഫ് ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകാണ്. ഷോപ്പിംഗ്, ഇടയ്ക്ക് സിനിമ, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. അശ്വിൻ ഓഫുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ രീതിക്ക് ട്രാവൽ ചെയ്യും. അല്ലാത്ത ദിവസങ്ങൾ അമൃതയും ഞാനും കൂടി ബസ്, ഓട്ടോ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. എന്തായാലും നിങ്ങൾ വാട്സപ്പിലേക്ക് വായോ, പ്രൊഡക്റ്റുകളൊക്കെ കണ്ട് കേട്ട് പോകാം. എനിക്കൊരു ഹായ് വിടൂ കേട്ടോ മോളി കാണുന്ന നമ്പറിൽ.